പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസു, സരസ്, ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒഴുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടൊരിടത്ത്. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം കുട്ടിത്ത വാങ്ങേ. എന്നിട്ട് അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടിയായിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നുന്നേ. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല്ല് ജയിക്കാമായിരുന്നു ഇല്ലേ? താനും കൂടെ ഉണ്ടായിരുന്നു, തനിക്കും കിട്ടിയ എന്നെ തല്ല്. 5-6 പേരില്ലായിരുന്നോടോ. ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു, നന്നായി. ശാന്തം. എന്നിട്ട് 3-4 പേര് ചേർന്ന് എന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ വിളുങ്ങുന്നു? പെടലിന്നല്ലേടോ കൈ മുളയ്ക്കുന്നത്. മാധവന് സുഗണനൂടെ ചേർന്ന എന്നെ ചാമ്പിയത്. അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, മാധവൻ എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം.